ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. എസ്പെഷ്യലി വയനാടിന്റെ ഒരു വീഡിയോ മുന്നേ എടുത്തതുണ്ടായിന്, അതാണ് ഇതിനിടക്ക് ഇട്ടത് കേട്ടോ. അതിനുശേഷം ഒന്നും ഷൂട്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. അപ്പൊ ഇനിയിപ്പം നമുക്കൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് വയനാടിന് വേണ്ടി ചെയ്യാം. അതുപോലെ തന്നെ ഇനി അങ്ങനെ ഒരു അവസ്ഥ എവിടെയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രമാത്രമല്ലേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇല്ല, വേറെ ഒന്നുമില്ല. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ദിവസം അതന്നെയായിരുന്നു മൈൻഡിൽ. അപ്പം മൊത്തം ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയി. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ പോട്ടെ. നമ്മൾ ഇന്ന് ഒന്ന് പുറത്തു പോകാൻ വേണ്ടി പോവാന്ന്. എനിക്ക് ഇന്ന് ഈ പല്ലിന് ക്ലിപ്പ് ടൈറ്റ് ആക്കാൻ പോകേണ്ട ദിവസമാണ്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഞാനും അമ്മയും കൂടെ വേഗം ഇറങ്ങട്ടെ. വേഗം കുടിക്കേ, നമുക്ക് പോവാൻ സമയം. ആ കപ്പിലുള്ള അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മതി. ടാറ്റാ ടാറ്റാ. നല്ല മുളായിട്ട് നിക്കണേ കേട്ടാ. ദോശ മുഴുവൻ കഴിക്കണം. അമ്മ അച്ഛനെ വിളിച്ചു ചോദിക്കും. നല്ല സർപ്രൈസ് കൊണ്ടുവരുള്ളൂ കേട്ടാ. ആ, അച്ഛനെ വിളിച്ചു ചോദിക്കാം. ഓക്കെ, ടാറ്റാ. വേഗം വരും. ബൈ ബൈ. ആ, വേഗം വരും കേട്ടാ. ഓക്കെ. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പഞ്ചായത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം ഇന്ന് കുറച്ചൊരു വെയില് കണ്ടല്ലോ അമ്മ. നല്ല വെയില്, കുറച്ചൊരു വെയില്. കുറേ നാളായല്ലോ വയനാടിന്റെ ദുഃഖം. അതിങ്ങനെ കഴിഞ്ഞ് ഇന്നൊരു വെയില് കാണുന്നുണ്ട്. അല്ല, അതിന്റെ അടിയിൽ കുറെ ഇങ്ങനത്തെ അടിയിലെല്ലാം കമന്റ്സ് ഇടുന്ന മനുഷ്യന്മാരെ കണ്ടു. അമ്മ അതെല്ലാം വായിച്ചിനെ? ഒരു മുലപ്പാല കൊടുക്കാൻ തയ്യാറാന്നെല്ലാം പറഞ്ഞിട്ടുള്ള കമന്റ്സിന്റെ അടിയിൽ അവർക്കൊന്നും പറ്റുന്നില്ലല്ലോ ഇത്രയും ദുരന്തം സംഭവിച്ചിട്ട്. അതെ അതെ, അത്രയും കാളകൂടെ വിഷത്തിനെക്കാളും സത്യം. അതും കാണുമ്പോഴാണ് അങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ മനസ്സിലാവുന്നു. ഈ ദുരന്തം നടന്ന സമയത്ത് സത്യം. മോഷണം, അതിന്റെ ഇടയിൽ മോഷണം നടന്നു. ഇന്നലെ അടമുണ്ടക്കയിൽ ഒരു വീട്ടില് മോഷണം നടന്നു. സന്തോഷമായല്ലോ. എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യന്മാരാണ്. നമ്മുടെ പഞ്ചായത്തുള്ള അണ്ടർപാസിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനം. പണ്ട് ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇനി പഞ്ചായത്ത് വരാൻ പോകാൻ വഴിയില്ല എന്നെല്ലാം. ഭാഗ്യത്തിന് ഒരു പെട്ടി അടിപ്പാത എന്ന് പറഞ്ഞിട്ടൊരു അടിപ്പാത അവർ സെറ്റാക്കി തന്നതുകൊണ്ട് നമുക്ക് പഞ്ചായത്തേക്കുള്ള പോക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഒരു പണിയെടുക്കുന്ന സമയത്തുള്ള ഈ ഒരു ഇത് സഹിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ ഹോസ്പിറ്റലിലെത്തി. വലിയ തിരക്കുണ്ടായിട്ടില്ല. സാധാരണ ഈ ദിവസങ്ങളിൽ ഇവിടെ കസേര ഫുള്ള് ആവലുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൊടുത്തു. അവർ നമുക്ക് ടൈം തരുവേ. ആ ടൈമിനാണ് പോകേണ്ടത്. മന്ത്ലി ഒരു ദിവസം മാത്രമേ ഈ ഡോക്ടർ വരുള്ളൂ. ആ മാസം നമ്മൾ എല്ലാവരും ഈ കമ്പ്യൂട്ടറിലെല്ലാം നിറച്ചും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ താഴെ ഇന്ന് ഇടും. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർഡ് ആവുമെന്ന് കുറച്ച് താഴെ ഇടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ആയില്ലേ പ്രോസസ്സ്. പിന്നെ മന്ത്ലി നമ്മൾ ടൈറ്റ് ആക്കാൻ വേണ്ടി പോകുന്നതല്ലേ ഉള്ളൂ. അവിടെ കുറേ ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ആൾക്കാർ വരച്ച് അതിൻ്റെ ഇടയിൽ പേരെല്ലാം ഉണ്ട്. അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് നേരം ഞാനും അമ്മയും കൂടി. അപ്പം ബ്രേസസ് ഇട്ടിട്ട് ഇറങ്ങി താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. താഴെ ആയതുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തോ പോലെ താഴെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോണ്ടാമേ പൊങ്ങിയിരിക്കുന്നുണ്ടോ താഴെ? എനക്ക് എന്തോ ഒരു സാധനം വായിൽ വെച്ച് കെട്ടിയ പോലെ തടയുന്നുണ്ട്. 2 ദിവസം നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. മേലത്തെ ടൈറ്റ് ആക്കിയില്ലേ, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 2 ദിവസം വേദന ഉണ്ടാവും. അല്ല, മേലെ ടൈറ്റ് ആയതിന്റെ വേദന ഉണ്ടാവും. ഭക്ഷണം ചവക്കാനൊന്നും പറ്റുന്ന ഒന്നില്ല. ഞാനും അമ്മയും കൂടെ പുറത്ത് പോയി കഴിഞ്ഞാൽ ബേക്കറി പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മേടിക്കും കേട്ടോ. സാധാരണ അച്ഛനാണ് വാങ്ങിക്കൊണ്ട് തരിക. നമ്മൾ നേരിട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെ മേടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ടുള്ളതും നിച്ചൂട്ടി എന്തെല്ലോ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മേടിക്കണം ഇത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാധനങ്ങളെല്ലാം. ഞാൻ നിച്ചൂട്ടിക്ക് ഇപ്പോൾ ഉണ്ടല്ലോ, നിച്ചൂട്ടി അധികം മുന്നേ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ മേടിച്ചെടുക്കും കേട്ടോ. പുതിയ സാധനങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വേറെ എവിടുന്നെങ്കിലും കാണുമ്പം നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കൾക്ക് ഭയങ്കര കൊതിയായിരിക്കൂലേ. ആ കൊതി ഇല്ലാണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും മേടിച്ച് കൊടുക്കും പുതിയ സാധനങ്ങൾ. അങ്ങനെ നമ്മൾ സാനിയൻ്റെ മുന്നിലേക്ക് കൂടെ നടക്കുമ്പോണ്ടല്ലോ അവിടെ ഒരു മാക്സി തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. കുഞ്ഞു മക്കളെ മാക്സി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിച്ചൂട്ടി അതെങ്കിൽ 2 ദിവസം മുന്നേ ചോദിക്കുകയും ചെയ്തിനി, അമ്മേൻ്റെ മാക്സി പോലെ എനിക്കൊരു മാക്സി മേടിച്ചുകൂടെയെന്ന്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ആ മാക്സി ഉണ്ടോ ചോദിച്ചു 3 വയസ്സിലെ കുട്ടികൾക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഉള്ളതിൽ ഇതാണ് ഏറ്റവും ചെറുത് പറഞ്ഞിട്ട് കാണിച്ചു തന്നേ. അതിൽ നമ്മളൊന്ന് എടുത്ത് ഇട്ടാൽ നല്ല രസമുണ്ട് കാണാൻ. ക്യൂട്ടായിട്ട് കുഞ്ഞു മക്കളിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അങ്ങനെ അതൊന്നും എടുത്ത് പിന്നെ വരുമ്പോഴാണ് ഒരു സാരി അവിടെ കണ്ടത്. ഞാൻ എൻ്റെ പണ്ടത്തെ ബ്ലൂ സാരിയില്ലേ ഞാൻ ഡാൻസ് കളിക്കുമ്പോഴേ അതിൻ്റെ സെയിം പിങ്ക് സാരിയാണ് അവിടെ ഉണ്ടായത്. ഇവിടെ വന്നിരിക്കുന്നു പന്നിയാ, കുഞ്ഞു പന്നിയാ എന്നാണേ. അമ്മേനെ പല്ല് നോക്ക്. സൂപ്പർ. ഉണ്ട്
അത് കാണുന്നില്ല, കമ്പി ഇല്ലടാ കമ്പിയുണ്ട്, പക്ഷെ ചിരിക്കുമ്പോ അങ്ങനെ കമ്പി വര കാണുന്നില്ല. എന്താ മോളെയാ നെച്ചിനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, ഉറുമ്പിന്റെ കുപ്പായം. കാണിച്ചേരണ വാ എണീക്ക്. നമ്മള് സാനിയന്റെ മുമ്പിൽ നടക്കുമ്പോണ്ടാണ് ഒരു കുഞ്ഞു മാക്സി തോന്നുന്നേ. അനിച്ചേനടക്ക് പറഞ്ഞു മാക്സി വേണം, അമ്മ എനക്ക് മാക്സി മേടിച്ചോണ്ട് ചെറുതാക്കണം, ലെങ്ത് ഓർക്കണം. ഇല്ല നല്ല അമ്മേന്റെ പോലത്തെ നോക്കട്ടെ, കാണിച്ചാ വെച്ചോക്കെ നോക്കട്ടെ. ഇല്ല മോളെ ഇത് ചിത്രാണ്, പ്രിന്റ് ആണ് ഇതല്ലേ. നാസ്റ്റിക് ഇല്ലേ, നിച്ചിന്റെ നാസ്റ്റിക് ഇല്ലേ, അതുപോലത്തെ ചൊറിയൂല, അത് ഉറുമ്പല്ലതാ. നോക്കിതാ ഉറുമ്പിന്റെ പ്രിന്റ് കണ്ടിട്ട് ചൊറിയോ. അവിടെ ഇപ്പൊ ഉറുമ്പ് കടിച്ചിനത്ര എന്നിട്ട് എന്റെ മടി കയറി. എന്നാന്ന് എന്താ നോക്കുന്നേ? ദോശ മുഴുവൻ കഴിച്ചിനോ? കഴിച്ചിനാ ഫുള്ള്? ഫുള്ള് കഴിച്ചു. നല്ല രസമുണ്ട് കാണാൻ. 85 റുപ്യ. 85. അച്ഛൻ എന്തോ പണിയെടുക്കുന്നുണ്ട് അടുക്കളയിൽ. കഴിച്ചില്ലെങ്കിൽ ഒരു സമ്മാനം തരും. ഇതച്ചക്ക് കട്ട്ലറ്റ്. ഫുള്ള് ബേക്കറിയാണല്ല. അമ്മ ഇന്നലെ പറഞ്ഞ സാധനം. അമ്മ എന്താ ഇച്ചിനോട് ഇന്നലെ മേടിക്കാൻ പറഞ്ഞേ? അല്ല എന്ത് മൈസൂർ മൈസൂർ പാക്ക്. ഇച്ചു പറഞ്ഞിട്ട് ഇതുവരെ തിന്നിട്ടില്ലാന്ന്. അച്ഛനെ കാണിച്ച ഇതെന്നാ ഇതാ അച്ഛാ അമ്മേ. ആ ഇപ്പഴത്തി ഇഷ്ടൈനാ ഇഷ്ടൈനാ യമ്മി. അച്ഛനാണോ മൈസൂർ പാക്ക്? അച്ഛനെ വേണ്ടി ഒരു വർഷം അല്ല അച്ഛനെ ഒരു വർഷം വേണ്ടി വരും. അതൊക്കെ അമ്മയുടെ കൊണ്ടുവച്ചാ അച്ഛനെ കാണിച്ചു കൊടുക്ക. എടുക്കാനാ 2 ദിവസം വേറെ ഉണ്ടാവും പറഞ്ഞ നാളാണ്. അത് നോക്ക് അമ്മയുടെ നമ്മളെ നാട്ടിലില്ലാത്തൊരു സാധനം ഞാൻ ഇവിടെ കണ്ണൂർ വന്നേ പിന്നെ കണ്ടേ. ഇതാ ഇതിന്റെ പേരെന്ന് അറിയിച്ചിട്ടാ കൈവീശി. വേറൊന്നും പേരുണ്ടാ? വേറൊന്നും പേരുണ്ടാ? കൈവീശി എന്നല്ലോ പറയാ. നമ്മളെ പയ്യന്നൂരൊന്നും ഇല്ലാട്ടെ ഈ സാധനം. ആ മോളെ ഇരിക്ക, അതിൽ എഴുതിയിട്ടില്ല, പേര് എഴുതിയിട്ട. ഇതാണ് കൈവീശി. കൈവീശി തന്നെയല്ല അമ്മ പറയാ, വേറെ പേരൊന്നുമില്ലല്ലോ. നമ്മളെ നാട്ടിൽ അങ്ങനെയാ പറയാ. ചിരട്ടയില വെച്ചിട്ട് ഇങ്ങനെ ആക്കുമല്ലോ. ഇത് ചിരട്ടയില വെച്ചിട്ടുള്ള സാഹിത്യയിലാക്കലുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. നമ്മളെ നാട്ടിലില്ല, പയ്യന്നൂരില്ല ഈ സാധനം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നേ പിന്നെ കണ്ടേ. നല്ല ടേസ്റ്റ് ആണ്. വെറുതെ മൈദയല്ലേ, മൈദ പഞ്ചസാരി മുട്ടയും മറ്റേ കേക്ക് മുട്ട കേക്ക് ആക്കുന്ന കുറച്ച് ലൂസായിട്ട് നല്ല രസമാണ് സാധനം. ശന്തരിക്കട്ടി നമ്മൾ അന്ന് മേടിച്ചു കൊടുപ്പ് ഇതുവരെ ഉദ്ഘാടിച്ചിട്ടില്ല. അമ്മക്ക് ഈ സാരി മേടിക്കാൻ പോകുമ്പോ മേടിച്ചേ. അതിന്റെ കൂടെ ഒരു പ്രതിമ ഇട്ടിട്ടുണ്ടത്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി. ചെറിയ പൈസ ഉണ്ടായിട്ടോ അതിന്. സിമ്പിൾ കോട്ടൺ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ചിരിക്കുന്നേ. എവിടെ പോന്നേ? അമ്മേനെ കുട്ടാണ്ട് എവിടെ പോന്നേ? മൊറാഴ പോയിട്ട് വേഗം വരുവാ. ഓക്കെ ടാറ്റ. ഓക്കെ കുക്കു ടാറ്റ. നിച്ചൂട്ടി അച്ഛൻ്റെ അമ്മേനെയും കൂടെ പോയിട്ട് മൊറാഴേക്ക് പോയതാണ്. അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഓട്ടോന് പോയിട്ട് വേഗം വരും. അപ്പോൾ ഞാനും വന്നോട്ടേ എന്ന് വെച്ചിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പം ഞാൻ മേലെ പോയിട്ട് 2 റീൽസ് എല്ലാം എടുത്തു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് അത് ഇട്ട് നമുക്കൊരു ഏലായി വരുന്നത്ര സംസാരിക്കുമ്പോൾ എന്തോ ഒരു പോലെ തോന്നുന്നു. അപ്പം ഇപ്പം സമയം 1:15. ഞാൻ ഫുഡ് കഴിക്കട്ടെ വേഗം നിച്ചു വരുമ്പോഴേക്ക്. 2 ദിവസം വേന ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഇങ്ങനെ കടിക്കുമ്പോൾ ചെറിയ വേന ചെറുങ്ങനെ കാണുന്നുള്ളൂ. വേഗം ഏതായാലും ഫുഡ് കഴിക്കാം. വേഗം ഫുഡെല്ലാം കഴിച്ചിട്ട് അപ്പോഴേക്കും അവർ വന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റെല്ലാം എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകുവാന്ന്. ഏട്ടൻ പറഞ്ഞു ഒന്ന് പുറത്ത് പോയിട്ട് വരാം, കുറേ ദിവസമായില്ല ഇങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്. അച്ഛനായാലും അമ്മക്കായാലും എല്ലാം
നമ്മളെവിടെയും ഭയങ്കര മഴയും ഇങ്ങനത്തെ ദുരന്തവും എല്ലാം കൂടി ആയിട്ട് കുറേ എല്ലാവർക്കും അസുഖമില്ലായി. അപ്പം ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിട്ട് ഒരു മൈൻഡ് ഒരു റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ടൗണിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് കാമാൻ ക്വയറ്റായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്ന് ഓക്കെ ആവുമല്ലോ, മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുമല്ലോ, അതിനൊരു ആവശ്യമുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറച്ചൊന്ന് ഇന്ന് മഴ മാറി ഒന്ന് വെയിൽ വന്ന ദിവസം കൂടിയല്ലേ. അങ്ങനെ നമ്മൾ നേരെ വൈകുന്നേരം ആയപ്പോൾ വെച്ച് പിടിച്ചു വിട്ട 4 മണി ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടത്. കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നിച്ചൂട്ടി നല്ല ഉറക്കമാണ്. നിച്ചു ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നമുക്ക് പോകണ്ടല്ലേ എന്ന് വെച്ചിട്ട് ഉറക്കിയിട്ടില്ല. ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ നല്ല മൂഡ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് വണ്ടി കയറിയപ്പോൾ തന്നെ നിച്ചു അമ്മേൻ്റെ മടിയിൽ കിടന്നിട്ട് നല്ലോണം ഉറങ്ങി. എൻ്റെ മടിയിൽ കിടന്നിട്ട് നിച്ചുവിൻ്റെ അമ്മേൻ്റെ മടിയിൽ. അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ, മാടായിപ്പാറ. പോയപ്പോഴേക്കാണ് ഇതാ ഇവിടുന്ന് മുതലേ ഫുള്ള് വണ്ടി കാണാൻ തുടങ്ങിയത്. അത്രയും വണ്ടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇന്നൊന്ന് സൺഡേ ആണ്, അതുപോലെ തന്നെ ഒന്ന് മഴയെല്ലാം കുറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതായിരിക്കും. എല്ലാവരും നിറച്ചും വണ്ടി ഇട്ട. ഇത്രയും വണ്ടി മാടായിപ്പാറക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ വലിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് എത്ര ആൾക്കാരുണ്ടെങ്കിലും വലിയൊരു കുഴപ്പം അങ്ങനെ ഫീൽ ചെയ്യൂല. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ നമ്മളും വണ്ടിയെല്ലാം വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു നമ്മൾ ടൗണിലെല്ലാം പോയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് മാളിലെല്ലാം പോകുന്നത് അങ്ങനെ പോകുന്നതിനേക്കാളും ഇങ്ങനെ ഒരു നമുക്കൊരു ഫ്രഷ് ആവേണ്ട സമയത്തിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം പോകുന്നതായിരിക്കും നല്ലത്. വേറെ കാര്യമായിട്ട് കാണാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ അങ്ങനത്തെ ഒന്നും സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊന്നും ഇരിക്കാമല്ല. ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത്രയും തിരക്കായിരിക്കും. ഇപ്പം മാടായിപ്പാറേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ഒരു പൂവ് വിരിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇതിനെ കാക്കപ്പൂവ് എന്നാണ് കേട്ടോ പറയാം. ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓണത്തിൻ്റെയൊക്കെ സമയമാകുമ്പോൾ ഈ മാടായിപ്പാറ ഫുള്ള് അത് വിരിയും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കുഞ്ഞതാണ് സാധനം, പക്ഷെ നമ്മളിങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ നീല കളറായിട്ട് കാണും. അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് അത്രയൊന്നും വീഡിയോയിൽ കാണാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഭംഗിയാണ്. നിച്ചുവിനും ഭയങ്കര ഇഷ്ടമായി. അവിടെ ലോടി നടന്ന് കളിക്കുന്നുണ്ട്, പൂവൊക്കെ പറിച്ച് കളിക്കുന്നുണ്ട്. ഓണപരിപാടിക്കൊക്കെ പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടുന്ന് പൂവെല്ലാം പറിക്കാറുണ്ട്. ഈ കാക്കപ്പൂ നമ്മൾ ഓണത്തിന് സ്കൂളും മത്സരമെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ ഈ കാക്കപ്പൂ നമ്മുടെ നാടൻ പൂക്കളിട്ടാലും മാർക്ക് അധികം കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് സ്കൂളിലും കോളേജിലും പിള്ളേർ വന്ന് പറിക്കാറുണ്ട്. നമ്മളും പിന്നെ അവിടെ ഒരു പാറ കണ്ടിട്ട് അതിൻ്റെ മേലെ ഇരുന്നു. ഇങ്ങനെ അടുക്കിടയ്ക്ക് പാറയുണ്ടാവും, അപ്പോൾ നമുക്ക് ചളിയൊന്നും ഇല്ലാണ്ട് വൃത്തിയിരിക്കാനും പറ്റും. അങ്ങനെ നമ്മൾ കുറേ നേരം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നല്ല ക്ലൈമറ്റും ആണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, വെയിലൊക്കെ മാറുകയും ചെയ്തു. നല്ല ചെറിയ തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് അതിനാടി ഇരിക്കാൻ വേണ്ടിയിട്ട്. ലിച്ചോ, ഇതെവിടെ സ്ഥലം? മായാടിപ്പാറയാ? മാടായിപ്പാറ. അപ്പൊ നമ്മള് മാടായിപ്പാറക്ക് ഇതെങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുന്നേ. എത്രയാ ആള് കയറി. ആളെ കണ്ടിട്ട് അമ്മ അന്തം വിട്ട്. നമ്മൾ അന്ന് വന്നപ്പോ കുറച്ച് ആളുണ്ടായി. ഇത്രയും ആദ്യമായിട്ടാണല്ലോ കേട്ടാ ഇത്രയും തിരക്ക്. ഇന്ന് കൊറേ ദിവസങ്ങൾക്ക് ശേഷം സൺഡേ ആണ് കുറച്ചൊരു റിലാക്സ് കിട്ടിയിരുന്നല്ലേ. മഴ ഒന്ന് മൈൻഡെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും വന്നതായിരിക്കും. നല്ല തിരക്കുണ്ട്. അത്രയും വാഹനങ്ങളുണ്ട് റോഡ് സൈഡില്. കാക്കപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന എല്ലാം കൂടെ നമുക്ക് നല്ല രസമല്ലേ കാണാൻ. അതുകൊണ്ട് എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്. ഇച്ചൂട്ടി ഇവിടെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് കേട്ടാ. ഇഷ്ടായി ഇച്ചൂട്ടിക്കല്ലേ? മലയില്ല, മലയാണെന്ന് വിചാരിച്ചിട്ട് ഇച്ചൂട്ടി പേടിയുണ്ടായി. വയനാട്ടിലെ കാര്യം കണ്ടിട്ട് ഇവിടെ മലയും കുന്നെല്ലാം ഉണ്ടാവോ വെച്ചിട്ട് പേടി. ഞാൻ വരുന്നില്ല. നമ്മൾ ന്യൂസ് കണ്ടിരിക്കുമ്പോൾ വയനാട്ടിന്റെ ഇതെല്ലാം നിച്ചൂട്ടിയും കണ്ടിരുന്നേനെ കേട്ടാ. അതുകൊണ്ട് നിച്ചുവിന്റെ ആ ഒരു കുഞ്ഞു മനസ്സിൽ വരെ ആ ഒരു ചിത്രം അത്രയും ഒരു പേടിപ്പെടുത്തുന്നതായി മാറി എന്നുള്ളതാണ്. മോളിങ്ങനെ നമ്മൾ ഇവിടെ പോന്ന് പറയുമ്പോൾ അയ്യോ കുന്നിടിയോ അമ്മയെ പാറ ഇടിയോ അങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞു മനസ്സിനെ വരെ അത് എത്രത്തോളം വേദനിപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്തേട്ടാ. അപ്പോൾ മോളെ മനസ്സും കൂടെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പോയത്. നിച്ചു നല്ലോണം എൻജോയ് ചെയ്ത് കുറേ പൂവെല്ലാം പറിച്ചിട്ട് ഓരോരോ ആൾക്കായിട്ട് കൊണ്ടുതരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് പോവാൻ നമ്മൾ തീരുമാനിച്ചത് നല്ല സന്തോഷമായി. എന്തായാലും അമ്മക്കായാലും അച്ഛനായാലും എല്ലാം നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒരു പുറത്തെല്ലാം കൊണ്ടുപോകുമ്പോൾ അവർക്കും ഒരു സന്തോഷമല്ലേ. അവർ മാത്രമായിട്ട് പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ മോളെല്ലാം കൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോഴുള്ള സന്തോഷം വേറെ തന്നെയല്ലേ. ഇപ്പം മഴ പെയ്താൽ എല്ലാവരും ഓടും. ഇപ്പോൾ ഇവിടുന്ന് ചെറുങ്ങനെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് മഴ.
പക്ഷെ ചിലപ്പോ പെട്ടെന്ന് പെയ്താ എല്ലാരും ഓടേണ്ടി വരും. വെയിലും മഴയും വരും ചില സമയത്ത്. ആ വെയിലും മഴയും ഉണ്ടാവില്ലേ. നല്ല സുഖമുണ്ട്. അതിനല്ല എല്ലാരും വന്നേ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ. പക്ഷെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം. നിച്ചോട്ട് ഇത് ഈ സാധനം പറിച്ചിട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നു, സപ്ലൈ ചെയ്യുന്നു. പണ്ട് ഓണപരിപാടിക്കെല്ലാം ഈ കാക്കപ്പൂ പറിക്കാൻ പോക്കുണ്ട് കേട്ടോ വയലിലെല്ലാം. ഇവിടെ ഒരു അടുത്തൊരു കോളേജ് ഉണ്ട്, മാടായി കോളേജ്. അവിടെയുള്ള പിള്ളേർ മിക്കവാറും ഇവിടെ വന്നിട്ടാ ഫുള്ള് പറിക്കുന്നുണ്ടാവുക. ഇങ്ങനെ നോക്കുമ്പോ മഴക്കാറ്, നല്ല മഴക്കാറ്. ക്യാമറയിൽ കാണുമ്പോ കട്ടിയില്ല. കൈ പിടിക്ക്. പോവാനായി അമ്മ? പോകാൻ തോന്നില്ല അവളെ. ചെറുങ്ങനെ മഴ പാറുന്നുണ്ട്. പെട്ടെന്ന് പെയ്താ ചിലപ്പോ വാവനെയും കൊണ്ട് ഓടേണ്ടി വരും. ഓടാനും പറ്റില്ല. ഇത്ര ആൾക്കാരല്ലേ, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് മോളെ. ഇത്രയും ആൾക്കാരും മാടായി പറക്കാം. നമ്മളെ വടുവന്തേല് അമ്മ വടുവന്തേല് എന്നിട്ട് പക്ഷെ മോർണിംഗിൽ വന്നതല്ലേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല രസമുണ്ടല്ലോ ഇരിക്കാൻ എല്ലാരും. പിന്നെ സ്ഥലം ഇഷ്ടം പോലെ ഇല്ലോണ്ട് അങ്ങനെ റഷ് ഫീൽ ചെയ്യുന്നില്ലല്ലേ. വെള്ളത്തിൽ ചവിട്ടല്ല എന്നാലും അതെ റഷ് ഉണ്ട്. പക്ഷെ എന്നാലും അടുത്തടുത്ത് ഇങ്ങനെ മുട്ടിയിട്ടില്ലല്ലോ. ദൂരം ദൂരം പോയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. അപ്പൊ ശ്വാസം മുട്ടലില്ല. നോക്കിയാട്ടെ എന്ത് തിരക്കാന്ന്. ഇത് ഇങ്ങനെ വന്ന് നടക്ക്. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ കൂടുതലാവുന്നുണ്ട് ആൾക്കാർ. നിച്ചൂട്ടി കൈയൊന്നും പിടിക്കുന്നില്ലേ. വലിയ ആളെ പോലെ നടക്കുവോന്ന്. വീണാലുണ്ടല്ലോ വെറും പാറയാന്ന്. മുട്ടിനെല്ലാം ജസ്റ്റ് മുട്ടിയാൽ തന്നെ മുറിയും നിച്ചൂട്ടി. നമ്മളെ വണ്ടി അത് അങ്ങ് ദൂരെ നമ്മളെ കാത്തു നിൽക്കുന്നു. ചെറുങ്ങനെ മഴ പാറും എന്നുള്ള കണ്ടീഷൻ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ. ഇനി ഒരു ചായയെല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത്ര മതി. തൽക്കാലത്തേക്ക് നമുക്ക് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി പോയതാണല്ലോ. അപ്പോൾ ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നമുക്കുള്ള മൊമെൻ്റെല്ലാം നല്ലോണം അടിച്ചു പൊളിക്കുക, സന്തോഷമായിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ചിന്ത ശരിക്കും പറഞ്ഞാൽ ഇപ്പം മനുഷ്യന്മാരുടെ ഇടയിൽ വന്നു. ഇങ്ങനെയുള്ള ഓരോ ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്നും പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക, വേഗം നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. അത്ര മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.